തിരുവനന്തപുരം ജില്ലയിലെ പള്ളിക്കൽ പകൽക്കുറി സ്വദേശി ഗിരിജാകുമാരി അവരുടെ റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റുന്നതിനായി വർക്കല താലൂക്ക് സപ്ലൈ ഓഫീസിൽ അപേക്ഷ സമർപ്പിച്ചിരുന്നു. ഇതിനിടെ ഗിരിജാകുമാരിയുടെ ഭർത്താവ് സ്ട്രോക്ക് വന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കപ്പെട്ടു. ഡിസംബർ 29-ന് സർജറി നിശ്ചയിക്കുകയും ചെയ്തു. ചികിത്സാ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് വളരെ വേഗത്തിൽ റേഷൻ കാർഡ് BPL വിഭാഗത്തിലേക്ക് മാറ്റി ലഭിക്കേണ്ട സാഹചര്യമുണ്ടായിരുന്നു. ഈ ഘട്ടത്തിലാണ് ഡിസംബർ 28-ന് ഗിരിജാകുമാരിയുടെ ബന്ധുവായ കവിത CM വിത്മിയുടെ സഹായം തേടുന്നത്. സർ, എന്റെ ഭർത്താവ് സ്ട്രോക്ക് ബാധിച്ച് അതീവ ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇദ്ദേഹത്തിന് അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമാണ്. ഞങ്ങളുടെ റേഷൻ കാർഡ് നിലവിൽ APL വിഭാഗത്തിലുള്ളതാണ്. ഈ റേഷൻ കാർഡ് BPL വിഭാഗത്തിലേക്ക് മാറ്റുന്നതിന് വർക്കല സപ്ലൈ ഓഫീസിൽ ആവശ്യമായ രേഖകൾ സഹിതം ഞാൻ അക്ഷയ കേന്ദ്രത്തിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അപേക്ഷ നമ്പർ 409672. ഇത് മുഖ്യമന്ത്രി എന്നോടൊപ്പം സിറ്റിസൺ കണക്ട് സെൻ്ററിൽ നിന്നാണ്. മേഡം, ഇവിടെ ഒരു ഗിരിജകുമാരിയുടെ ഒരു ആപ്ലിക്കേഷൻ കിട്ടിയിട്ടുണ്ട്. പിങ്ക് കാർഡാക്കിയാൽ മാത്രമേ അവർക്ക് സർജറിയുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്തെങ്കിലും ഇളവ് കിട്ടത്തുള്ളൂ. റേഷൻ കാർഡ് നമ്പറും ഡീറ്റെയിൽസും ഞാൻ ഇമെയിലായിട്ട് അയച്ചിട്ടുണ്ട്. പിന്നീട് നടന്നത് അതിവേഗത്തിലുള്ള പരിഹാര ശ്രമങ്ങളായിരുന്നു. ടീം CM വിത്മിയുടെ അതിവേഗത്തിലുള്ള ഇടപെടലിൽ ഒരു കുടുംബത്തിന് അർഹതപ്പെട്ട ചികിത്സാ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിലെ സാങ്കേതിക തടസ്സങ്ങളാണ് പരിഹരിക്കപ്പെട്ടത്. ചികിത്സയുടെ തിരക്കുകൾ കഴിഞ്ഞപ്പോൾ ഗിരിജാകുമാരിയുടെ മകൾ ആതിരയെ തേടി മുഖ്യമന്ത്രിയുടെ അന്വേഷണങ്ങളെത്തി. ഹലോ നമസ്കാരം സർ. നമസ്കാരം, ആതിരയല്ലേ? അതെ സാർ. എങ്ങനെയുണ്ട് ഇപ്പോ? സാർ, അച്ഛൻ ഇപ്പം ഒരുവിധം ഓക്കെ ആയി വരുന്നുണ്ട്, ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. പിന്നെ അന്ന് പെട്ടെന്ന് തന്നെ, വളരെ പെട്ടെന്ന്, ഒരു നിമിഷം പോലും വൈകാതെ അവരെല്ലാ നടപടികളും ചെയ്ത് പിറ്റേന്ന് തന്നെ 24 മണിക്കൂറിനകം കാർഡ് BPL ആക്കിയൊക്കെ തന്നു. സാർ, ഒരു മുന്നോട്ട് എന്ത് ചെയ്യണോന്ന് അറിയാൻ വയ്യ നിന്നൊരു സിറ്റുവേഷനാണ്. ഇത്രയും വലിയൊരു സഹായം ഞങ്ങൾക്ക് വേണ്ടി സാർ അവിടുന്ന് കിട്ടിയത്. ഇത്രയും പരിഗണന ഞങ്ങൾക്ക് തന്നതിന് ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് സാർ. ഒത്തിരി മുഖ്യമന്ത്രിയും സർക്കാരും ഓരോ മലയാളിയുടെയും ഒപ്പമുണ്ട്. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും തണലായി.